എത്രയോ വിഷയങ്ങളുടെ മേൽ ജീവിതത്തിൻ്റെ പരമയാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ, ജീവിതത്തിൻ്റെ ആ നല്ല തലങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൻ്റെ വശങ്ങളിൽ ഒത്തിരി ഭാരപ്പെടുന്ന ആളുകളുണ്ട്. ഇന്ന് രാവിലെ ദയവായി നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ആശ്വാസമായിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്കൊരു വിടുതലായിട്ട് മാറും. ഈ സന്ദേശം നിങ്ങൾക്കൊരു നന്മയായിട്ട് ദൈവം മാറ്റും. ദയവായി ശ്രദ്ധിക്കൂ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ആ ദൈവത്തിൻ്റെ മേൽ ഇട്ട് കൊള്ളുവീൻ. ഭാരങ്ങൾ നാം പേറും തോറും, ഈ ഭാരങ്ങൾ നാം വഹിക്കും തോറും ഒരിക്കലും നമുക്ക് ആശ്വാസം കിട്ടുകയില്ല. ഇതുമായി യാത്ര ചെയ്യും തോറും നാം നിരാശയുടെ അടിത്തട്ടിലേക്ക് കൂപ്പ് കുത്തുക തന്നെ ചെയ്യും. ഭാരം ഇറക്കി വെക്കുക നല്ലൊരു അത്താണി ആവശ്യമില്ലേ? കുറേ നാളുകളായില്ലേ നിങ്ങൾ ഹൃദയം ഒന്ന് തുറന്നിട്ട് ഈ വിമ്മിഷ്ടപ്പെടുന്ന ഈ നിറയുന്ന ഹൃദയം ആരുടെ മുമ്പിൽ ഒന്ന് ഞാൻ തുറന്നു പങ്കുവെക്കും? ആരെയും എനിക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നില്ലല്ലോ, ആരോട് പറഞ്ഞാലും അവർ എന്നെ ഇത്തരത്തിൽ കാണുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അനേകം നാളുകളായി നീറിപ്പുകയുന്ന വിഷയങ്ങൾ മുമ്പിൽ ഭാരപ്പെടുന്ന സ്നേഹിത, ഈ രാവിലെ നിങ്ങൾക്ക് ആശ്വാസം ഒരു വകയുണ്ട്. ഈ രാവിലെ നിങ്ങൾക്കൊരു വിടുതലിനൊരു വകയുണ്ട്. ഈ രാവിലെ നിങ്ങൾക്ക് അതിനൊക്കെ മോചനത്തിനൊരു വകയുണ്ട്. നല്ല ഒരു ദൈവത്തിൻ്റെ അടുത്തേക്കാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ നയിക്കുന്നത്. ദയവായി തുറന്ന ഹൃദയത്തോടെ ശ്രദ്ധിക്കൂ. ആരോട് പങ്കുവെക്കും? നീറിപ്പുകയുന്ന വിഷയവുമായി, നീറിപ്പുകയുന്ന ചിന്തകളുമായി ഭാരപ്പെടുന്ന സഹോദരി, നീ രാവിലെ നിന്റെ അടുത്തേക്ക് ഒരു നിറഞ്ഞ ദൈവ സാന്നിധ്യം ഒഴുകുകയാണ്. അനേകം ആളുകളായി ഭാരപ്പെടുന്ന, ചില രോഗവുമായി ഭാരപ്പെടുന്ന, ആരോടും പുറത്ത് പറയുവാൻ പറ്റാത്ത അത്തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന നിനക്ക് ഇന്ന് രാവിലെ ഈ ടെലിവിഷനിലൂടെ ഒരു ആശ്വാസത്തിൻ്റെ സന്ദേശം. കുഞ്ഞുങ്ങളുടെ വഴിപിഴച്ച സ്വഭാവ രീതികളെക്കുറിച്ചും ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതശൈലിയെക്കുറിച്ചൊന്നും മറ്റുള്ളവരോടും മാതാപിതാക്കന്മാരോടും അയൽവാസികളോടും പറയുവാൻ പറ്റാതെ ഭാരപ്പെടുന്ന നിന്റെ ആ ജീവിതം കണ്ടിട്ട്, നിന്റെ ഹൃദയം കണ്ടിട്ട് ഈ രാവിലെ നിന്നോട് ദൈവത്തിന് വചനം സംസാരിക്കുന്നു. കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഇറക്കി വെക്കുവാൻ, പങ്കുവെക്കുവാൻ, പറയുവാനുള്ള ഒരു നല്ല ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിനടുത്തേക്ക് നിങ്ങൾ ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ദൈവം. യേശു കരുതുന്ന ദൈവമാണ്. അവൻ കരുതും. ആർക്ക് വേണ്ടി കരുതും? ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഈ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ ആര് വഹിക്കുന്നുവോ, ക്രിസ്തുവിനെ ആര് വസിപ്പിക്കുന്നുവോ, ക്രിസ്തുവുമായി ആര് സഞ്ചരിക്കുന്നുവോ, യേശുവുമായുള്ള ഒരു സഞ്ചാരത്തിന് വേണ്ടി ആര് സമർപ്പിക്കുന്നുവോ, അവരെ കരുതുന്ന ഒരു ദൈവം. ഇരുട്ടുള്ളവരെ ദൈവം കരുതുകയില്ല, പ്രകാശമുള്ളവരെ ദൈവം കരുതും. ഇരുട്ടുള്ളവരെ കരുതുന്ന സാത്താനാണ്. ഇരുട്ട് പേറുന്നവരെ കരുതുന്ന സാത്താൻ, അവൻ നിങ്ങളെ തകർച്ചയിൽ നിന്നും കൊടുന്തകർച്ചയിലേക്ക് എത്തിക്കും. എന്നാൽ നിങ്ങൾ വെളിച്ചം പേറുന്നവരാണെങ്കിൽ, നിങ്ങൾ വെളിച്ചത്തിന് മക്കളാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവുമായുള്ള യാത്ര തിരിക്കുന്നവരാണെങ്കിൽ, ഈ വെളിച്ചവുമായി സഞ്ചരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതിയിരിക്കും. രാവിലെ കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അവൻ തകർക്കുന്ന ദൈവമല്ല, അവൻ കരുതുന്ന ദൈവം. ശ്രദ്ധിക്കുക. ബൈബിൾ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. എന്താണ് കരുതുന്നത്? സകലവും കരുതുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ആവശ്യമുള്ള പാർപ്പിടം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക നന്മകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള സകലതും, എന്തൊക്കെ ഈ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് മുഴുവനും ദൈവം കരുതും. ദൈവം കരുതിയോ? നമുക്ക് ചിന്തിക്കാം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ക്രിസ്തുവാകുന്ന വെളിച്ചം മനുഷ്യരുടെ അകത്തു ആദ്യമായി കയറണം. അകത്തു വെളിച്ചം കയറുന്നവരെ അവൻ കരുതിയിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു യുവതിയായ സ്ത്രീയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിടണം, അവൻ ജനത്തിൻ്റെ പാപങ്ങളെ വഹിക്കുന്നവനാകും എന്ന്. ആ യുവതിയായ മറിയ യേശുവിനെ പേറുവാനായി തൻ്റെ ഉദരം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. ആ യുവതി ദൈവദൂതൻ്റെ ശബ്ദം കേട്ടു. ദൈവദൂതൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ യേശു
ജനിക്കുവാനായി പോകുന്നു. ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, അല്ലെങ്കിൽ ഈ മുഴു ലോകത്തിൻ്റെയും പാപത്തെ വഹിക്കുന്ന രക്ഷകനായി കർത്താവായ യേശുക്രിസ്തു നിന്റെ ഉദരത്തിൽ ഇതാ പിറക്കുവാനായി പോകുന്നു. ഈ ദൈവദൂതൻ്റെ ദർശനം കിട്ടിയ ഉടനെ ആ യുവതിയായ സ്ത്രീ പറഞ്ഞു, ഞാനിതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയും മറ്റൊരു പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം നിശ്ചയം കഴിഞ്ഞ വേളയിലാണ് ഈ ദൈവിക ദർശനം ഈ യുവതിക്കുണ്ടാകുന്നത്. ഏകദേശം 18 വയസ്സായിരിക്കാം ഈ യുവതിയുടെ പ്രായം യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച്. എന്തു തന്നെയായാലും ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഉദരത്തിൽ ജനിക്കുവാൻ പോകുന്നു, തൻ്റെ ഉദരത്തിൽ വരുവാൻ പോകുന്നു. അല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ യേശുവിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചു വേണം ജീവിക്കുവാൻ എന്നുള്ള ആ ദൈവിക ദർശനവും ദൈവിക വെളിപ്പാടും കിട്ടിയ യുവതി തുറന്ന ഹൃദയത്തോടുകൂടെ യേശുവാകുന്ന വെളിച്ചത്തെ തൻ്റെ ഉദരത്തിലേക്ക് വഹിക്കുവാനായി തീരുമാനമെടുക്കുന്നു. യുവതിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അവളെ വിവാഹം ചെയ്യുവാനായി കിഴിക്കുന്നയാളുടെ പേര് യോസഫ് എന്നാണ്. യോസഫ് ഇതെങ്ങാനും അറിഞ്ഞാൽ അവളെ ഗൂഢമായി ഉപേക്ഷിക്കും. ഒരിക്കലും അവൾ ഒരു ആൾക്ക് ഭാര്യ ഇരിക്കുവാനായി സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവൾ യേശുവിനെ വഹിക്കുവാനായി തീരുമാനമെടുത്തു. ഈ രാവിലെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഹൃദയത്തിൽ വസിച്ചാൽ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇനി യേശുവുമായിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട എന്നാരെങ്കിലും ഈ രാവിലെ ചിന്തിക്കുന്നുവെങ്കിൽ, ഈ രാവിലെ ദയവായി നിങ്ങൾ തുടർന്നുള്ള സന്ദേശം കൂടെ ശ്രദ്ധിക്കൂ. നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനായി പോകുകയാണ്. മറിയോട് ഇടപെട്ട ദൂതൻ, മറിയോട് ഇടപെട്ടതിന് ശേഷം ഈ മറിയിൽ നിന്നും അപ്രത്യക്ഷനായി പിന്നീട് ഈ ദൂതൻ പ്രത്യക്ഷനാകുന്നത് തൻ്റെ ഭർത്താവാകാൻ പോകുന്ന യോസഫിൻ്റെ അടുത്താണ്. മറിയോട് ഇടപെട്ട ഇതേ ഈ ദൂതൻ ജോസഫിനും ഇടപെട്ടിട്ട് ജോസഫിനോട് ഇങ്ങനെ പറയുന്നു, ജോസഫെ, നീ ശങ്കിക്കേണ്ട, അവളെ ചേർത്തുകൊള്ളുക, അവൾ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാകുന്നു. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? യേശു ഒരു ഹൃദയത്തിലേക്ക് കയറി വന്നാൽ, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ഒരു ഹൃദയത്തിൻ്റെ കവാടം തുറന്നു കൊടുത്താൽ, ആ വീട്ടിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. ഏതെങ്കിലും ഭവനത്തിൻ്റെ അകം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ, ആ കുടുംബത്തെയും ആ കുടുംബനാഥനെയും കുടുംബനാഥിയെയും ആ കുഞ്ഞുങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എക്കാലവും കണ്ടിട്ടുള്ളത്. അതേ സാന്നിധ്യം തന്നെ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകുവാനായി പോകുന്നു. യോസഫ് ഒരിക്കലും മറിയെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മറിയോട് ഇടപെട്ട അതേ ദൂതൻ ജോസഫിനോട് ഇടപെട്ടു. അതുകൊണ്ട് ജോസഫ് സകല പ്രതികൂലങ്ങളെ മറന്ന് മറിയെ തൻ്റെ ഭാര്യയായി ചേർക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. മറിയയ്ക്ക് വേണ്ടി ദൈവം കരുതി. മറിയയ്ക്ക് വേണ്ടി ദൈവം വലുതൊന്ന് കരുതിയിരുന്നു. അവളുടെ കുടുംബജീവിതത്തിൽ വലിയ കലഹങ്ങളും പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നം ഉണ്ടാകാമായിരുന്നു. എന്നാൽ അവൾ യേശുവിനെ അകത്ത് വഹിച്ചതുകൊണ്ട്, യേശുവുമായി അവൾ യാത്ര തിരിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് അവളെ കുടുംബത്തെ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. അവൾക്ക് വേണ്ടി നല്ലതൊന്ന് ദൈവം കരുതിയിരുന്നു. ഈ പ്രഭാതത്തിൽ സഹോദരി, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുവാനായി നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഈ രാവിലെ നിന്നോട് ഇടപെടുന്ന ഇതേ ദൈവം, നിന്റെ ഭർത്താവ് എത്ര ദൂരത്താണെങ്കിലും ശരി, ഒരുപക്ഷെ നിന്റെ അടുത്താണെങ്കിലും ശരി, അതേ ദൂതം തന്നെ, ഇതേ സന്ദേശം തന്നെ നിന്റെ ഭർത്താവിനോട് ഇടപെടും. അതിന് മറ്റു പക്ഷമില്ല, അതിന് യാതൊരു സംശയവുമില്ല. നിന്റെ കുഞ്ഞുങ്ങളോട്, വിവാഹിതയായിരിക്കുന്ന നിന്റെ പെൺകുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ വിവാഹിതയായ നിന്റെ മകനോട്, ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ബന്ധുമിത്താദികളോട്, സമശിഷ്ടങ്ങളോട്, ചാർച്ചക്കാരോട്, ആരോടും ഇടപെടുവാൻ ഈ ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം മതിയായ ദൈവമാണ്. കരുതുന്ന ദൈവം, തകർക്കുന്നവനല്ല, കരുതുന്നവൻ. വെളിച്ചത്തെ പേറുന്ന ഒരു വ്യക്തിയെ ദൈവം കരുതിയിരിക്കും, സകലവും കരുതിയിരിക്കും. മറിയുടെ കുടുംബജീവിതത്തിൽ അവൻ കരുതി. മറിയയ്ക്ക് വേണ്ടി അവൻ കരുതി. എന്തുകൊണ്ട് കരുതി? മറിയുടെ ഹൃദയം